1 Corinthians 15:22. For as in Adam all die, even so in Christ all shall be made alive. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. Lent is our journey back to paradise, a return to the joy and communion with God that was lost through sin. നോമ്പുകാലം പറുദീസയിലേക്കുള്ള മടക്കയാത്രയാണ്. പാപം മൂലം നമ്മൾ നഷ്ടപ്പെടുത്തിയ ദൈവ സംസർഗത്തിലേക്കുള്ള മടക്കയാത്ര, ദൈവ ആനന്ദത്തിലേക്കുള്ള തിരിച്ചുവരവ്. In the Garden of Eden, the first Adam turned away from the Father, choosing self over obedience, pleasure over love. ആദ്യ ആദാം പിതാവിൽ നിന്ന് തിരിഞ്ഞ് സ്വയ ഇച്ഛയാണ് സ്വീകരിച്ചത് അനുസരണത്തേക്കാൾ. സ്നേഹത്തിന് പകരം സ്വന്ത സുഖം മാത്രം അന്വേഷിച്ചു. He reached for the fruit and in doing so lost the life of grace. But Christ, the new Adam, has come to restore what was lost. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവാനും പുനരുദ്ധരിക്കുവാനുമാണ് ക്രിസ്തുവാകുന്ന പുതിയ ആദാം മനുഷ്യാവതാരം ചെയ്തത്. Through his perfect obedience, Christ leads us back to the gates of paradise. തൻ്റെ അനുസരണത്തിലൂടെ ക്രിസ്തു നമ്മെ പറുദീസയിലേക്ക് തിരികെ കൊണ്ടുപോകുകയാണ്. Where Adam grasped for divinity, Christ humbled himself. Where Adam's disobedience brought death, Christ's self-emptying brings life. എവിടെ ആദാം ദൈവമാകുവാൻ പരിശ്രമിച്ചുവോ, ക്രിസ്തു ദൈവമായിരിക്കെ വിനയപൂർവം മനുഷ്യനായി. എവിടെ ആദാമിൻ്റെ അനുസരണക്കേട് മരണത്തെ കൊണ്ടുവന്നുവോ, ക്രിസ്തുവിൻ്റെ ത്യാഗം ജീവൻ നൽകുന്നു. In the sacred season, we walk with him through the desert of temptation, through the sorrow of the cross and into the victory of the resurrection. നാം പുനരുത്ഥാനത്തിലേക്കാണ് പ്രയാണം ചെയ്യുന്നത്. Fasting teaches us to forsake the desires that enslave us. Prayer revives our communion with the Father. Almsgiving makes us participants in the love of Christ, who emptied himself for our sake. ഉപവസിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നാം ത്യാഗം ചെയ്യുകയാണ്. പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള സംസർഗത്തിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ദാനധർമ്മം ചെയ്യുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം പങ്കാളികളാകുകയാണ്. As we walk this Lenten path, let us remember Christ has reopened the gates of paradise. ക്രിസ്തു പറുദീസയുടെ വാതിൽ വീണ്ടും നമുക്കായി തുറന്ന് നൽകിയിരിക്കുന്നു. Let us follow Christ, the new Adam, with faith, humility and love, that we may enter into his eternal joy. ക്രിസ്തുവാകുന്ന പുതിയ ആദാമിനെ വിശ്വാസത്തോടെ നമുക്ക് അനുഗമിക്കാം. താഴ്മയോടും സ്നേഹത്തോടും അവനെ പിന്തുടരാം. അവൻ്റെ നിത്യ ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.